മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ തുടർച്ച. കുഞ്ഞു പാത്തുമ്മ വേഗത്തിൽ കരക്ക് കയറി തോർത്തി. തുടയിലെന്തോ കറുത്തത് നോക്കിയപ്പോൾ അവൾ ആകെ കുഴങ്ങി. അറച്ചു വിറച്ചുപോയി. ഒരട്ട അവളുടെ തുടയിൽ കടിച്ചിരിക്കുന്നു, രണ്ടു തലകൊണ്ടും. ഉമ്മയെ വാപ്പയെ ഓടിവായോ എന്ന് കടിച്ച് കൊല്ലണേ, ഓടിവായോ, എല്ലാവരും ഓടിവായോ എന്ന് മുറവിളി കൂട്ടണമെന്ന് കുഞ്ഞു പാത്തുമ്മയ്ക്ക് തോന്നി. പക്ഷേ അവൾ കുപ്പായം ഇട്ടിട്ടില്ല, മുണ്ടും ഉടുത്തിട്ടില്ല. എന്തു ചെയ്യും? അവൾ പുകഞ്ഞു വെന്ത് അറച്ച് വിറച്ച് അങ്ങനെ നിന്നു. അട്ട വീർത്ത് വരികയാണ്. അത് ഒരറ്റം വിട്ട് തടിയനായി തൂങ്ങിക്കിടന്നപ്പോൾ വിഷമം അധികരിച്ചു. അനങ്ങുമ്പോൾ അത് നഗ്നയായ തുടയിൽ മിനുസമായി ഉരസും. ഓ, അവൾ പല്ലു കടിച്ചു. അങ്ങനെ നിന്നു. അട്ട ഒരു ഉണ്ടയായി താഴെ വീണപ്പോൾ അവൾ നിന്നു തുള്ളിപ്പോയി. തുടയിൽ ചോര പറ്റിയിരിക്കുന്നു, കിനിയുന്നുമുണ്ട്. അവൾ ഒരു കൈ വെള്ളം കോരി തുടയിലെ ചോര കഴുകിക്കളഞ്ഞു. കന്നട്ടയെ എന്താ ചെയ്യുക? അവൾക്ക് ദേഷ്യവും അറപ്പുമുണ്ട്. അതിനെ ഒരുപാട് ചീത്ത പറയണമെന്നുണ്ട്. എന്ത് ചീത്തയാണ് പറയുക? ഇബിലീസേ, എൻ്റെ ചോര നീ മുഴുവനും കുടിച്ച് എന്ന് പറഞ്ഞിട്ട് അവൾ അതിനെ കൊല്ലാൻ വിചാരിച്ചു. പക്ഷേ സാധ്യമല്ല. അട്ടയ്ക്ക് ഉമ്മയും വാപ്പായും കാണും. പെണ്ണട്ടയോ ആണട്ടയോ എന്നറിഞ്ഞുകൂടാ. മക്കളും കാണും. അള്ളാഹു സൃഷ്ടിച്ചതാണ്. കുഞ്ഞു പാത്തുമ്മയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പോഴാ കൊല്ലാൻ പാടില്ല, പാപമാണ്, ദോഷം, ഹിംസ അരുത്. ഏതായാലും പൊയ്ക്കോട്ടെ, അതിൻ്റെ വീട്ടിലേക്ക് വിട്ടേക്കാം, രക്ഷപ്പെടട്ടെ, പോ. അട്ടേ, നീ ഇഞ്ഞി ആരെങ്കിലും കടിച്ച് ചോര കുടിച്ചരുത് കേട്ടോ. ചോര കുടിച്ചാലേ നീ മരിച്ച് ചെല്ലുമ്പോൾ പടച്ചോൻ നിന്നെ നരകത്തിലിടും കേട്ടോ എന്ന് പറഞ്ഞ് അവൾ ആ സൽപ്രവൃത്തിക്ക് മുതിർന്നു. അവളൊരു കമ്പെടുത്ത് അതിനെ നോവിക്കാതെ പതുക്കെ തോണ്ടി വെള്ളത്തിലിട്ടു. അത് വീഴാൻ കാത്തു നിന്നതുപോലെ കപ്പ് എന്നൊരു ശബ്ദത്തോടെ വലിയ വരാൽ മത്സ്യം അതിനെ വെട്ടിയങ്ങു വിഴുങ്ങിക്കളഞ്ഞു. കുഞ്ഞു പാത്തുമ്മ നോക്കുമ്പോൾ ഒന്നല്ല രണ്ടെണ്ണമുണ്ട്. കെട്ടിയനും കെട്ടിയോളും തന്നെയുമല്ല പിള്ളേരും ഉണ്ട്. ചുവന്ന പൊടിക്കുഞ്ഞുങ്ങൾ, നീലജലത്തിൽ മിന്നുന്ന ചുവന്ന മഷിത്തരികൾ പോലെ. നീ എന്തിനാ വരാലേ അതിനെ വെട്ടിമുണുങ്ങിയത്? ദോഷമല്ലേ? അതിനെ പിടിച്ചു മനുഷ്യർ തിന്നുന്നത് ദോഷമായി കുഞ്ഞു പാത്തുമ്മയ്ക്ക് തോന്നിയില്ല. അവളാ വരാൽ കുടുംബത്തെ നോക്കി നിന്നു. തീരെ സ്നേഹമില്ലാത്ത കണ്ണുകൾ. രണ്ടിൻ്റെയും ചികള വഴി വെള്ളം പോകുന്നുണ്ട്. അത് അലിയാർ തങ്ങടെ ദുൽഫക്കർ എന്ന ബാളുകൊണ്ടതാ.